ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആരാണ് ടൈറ്റിൽ അടിക്കാൻ പോകുന്നത് എന്നുള്ള എൻ്റെ പ്രഡിക്ഷനാണ്. അത് പാളിപ്പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. അതേപോലെ തന്നെ ടോപ്പ് 4 സാധ്യതകൾ, റെലഗേഷൻ സാധ്യതകൾ, ഗോൾഡൻ ബൂട്ട് അവാർഡ് ജയിക്കാൻ സാധ്യതയുള്ളത് ആര് എന്ന രീതിയിലുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ആരായിരിക്കും കറുത്ത കുതിരകളാകാനുള്ള സാധ്യത. കഴിഞ്ഞ സീസണിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നടത്തിയിട്ടുള്ള തരത്തിലുള്ള ആ ഒരു പുഷ് നടത്താൻ ഈ വർഷം ഏത് ടീമിന് സാധിക്കും എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ടൈറ്റിൽ പ്രഡിക്ഷനിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആര് ടൈറ്റിൽ അടിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ലിവർപൂൾ തന്നെ ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യാനുള്ളൊരു സാധ്യതയാണ്. അങ്ങനെ അവരുടെ 21ാമത്തെ ലീഗ് ടൈറ്റിൽ അവരടിക്കാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ അവരെ സംബന്ധിച്ചോളം കാര്യമായിട്ടുള്ള കോമ്പറ്റീഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരിക്കില്ല ഈ സീസൺ. നല്ല ടൈറ്റായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂൾ തന്നെ ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ സ്ലോ സ്റ്റാർട്ട് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ആർണി സ്ലോട്ട് തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്. അതായത് പുതിയ ഫേസുകൾ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അവരുടെ ഫസ്റ്റ് ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് പോയിട്ടുള്ളത് പലരും. പക്ഷേ ആൾ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഈ സീസൺ എന്നുള്ളതാണ്. അതിനൊരു കാരണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വരുമ്പോൾ മാനേജർ മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്ലെയേഴ്സ് അതേപോലെ തന്നെ നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെയും യോഗൻ ക്ലോപ്പിൻ്റെയും ശൈലിയിൽ ഒരുപാട് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അറ്റാക്കിംഗ് വൈസൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോറിയൻ വേർഡ്സ് വരുന്നു. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രൊഫൈലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഒബ്വിയസ്ലി വലിയ തുക കൊടുത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റേഷൻ വളരെ അധികമായിരിക്കും. ആളൊരു ക്രിയേറ്റീവ് ജീനിയസ് ആണ്, നമുക്കറിയുന്നതാണ്. ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ്. ആർണി സ്ലോട്ട് അദ്ദേഹത്തോട് കൊടുക്കുന്നൊരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, മുഹമ്മദ് സലാ എന്നിവരൊക്കെ അവരുടെ കരിയറിൽ സോഫാർ കാണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആ ലോഞ്ചവിറ്റിയും ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസും പരിപാടികളൊക്കെയാണ്. അതായത് അവരുടെ അവൈലബിലിറ്റി ആണെന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ അവൈലബിളായിട്ട് ഫ്ലോറിയൻ വേർഡ്സിന് ഇരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഫ്ലോറിയൻ വേർഡ്സിനോട് പറയുന്ന തരത്തിലൊരു സംഭവം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. അപ്പോൾ അങ്ങനെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് ടീമിൽ. ഒപ്പം ജോട്ടയുടെ മരണം അതൊരു വല്ലാത്തൊരു ആഘാതമാണ്, നമുക്കെല്ലാവർക്കും പറയുന്നതാണ്. ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്ന തരത്തിലൊരു സംഭവമാണ്. അതിൻ്റെ ആ ഒരു വിഷമവും സംഭവങ്ങളൊക്കെ ആ പ്ലേയേഴ്സിൻ്റെ ഇടയിലുണ്ടായിരിക്കും മൊത്തത്തിൽ. പക്ഷേ അത് ഒരു എക്സ്ട്രാ ഊർജ്ജം കൂടിയാകാനുള്ളൊരു സാധ്യതയുണ്ട്. ജോട്ടയ്ക്ക് വേണ്ടി കൂടി ടൈറ്റിൽ അടിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത കൂടി വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ സ്റ്റിൽ മനുഷ്യന്മാരാണ്. ഇമോഷണലി ഒരുപാട് പേര് ചിലപ്പോൾ ജോട്ടയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകും. ജോട്ട വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഡ്രസ്സിങ് റൂമിൽ അത്തരത്തിലുള്ള ഒരു നല്ല പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു ചങ്ങായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാട് സത്യത്തിൽ പ്ലേയേഴ്സിനൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലബിന് വേണ്ടി കളിക്കേണ്ടതായിട്ടുണ്ട്, ബാഡ്ജിന് വേണ്ടി കളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജയിക്കാനായിട്ട് കളിക്കേണ്ടതായിട്ടുള്ള ഒരു ദൗത്യം പ്ലേയേഴ്സിന് മുമ്പിലുണ്ട്, മാനേജറിന് മുമ്പിലുണ്ട്. അപ്പോൾ ആർണി സ്ലോട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇസാക്കിനെ കുറിച്ച്. അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഹ്യൂഗോ എക്കിത്തിയൊക്കെ ഒരു നമ്പർ 9 ആണ്, ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ആൾക്ക് ലെഫ്റ്റിൽ കളിക്കാൻ പറ്റും, മറ്റൊരു സ്ട്രൈക്കറിൻ്റെ കൂടി കളിക്കാൻ പറ്റും, ഒപ്പം ഒരു അറ്റാക്കറിനെ കൂടി തനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ലൂയിസ് ഡിയാസ്, ഡാർവിൻ ന്യൂനസ് അത്തരത്തിലുള്ള പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഏലിയറ്റ് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ നടത്തുള്ളത്. അപ്പോൾ അറ്റാക്കിൽ ഓവർഹോൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു സ്പൈന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആലിസൺ, വാൻ ഡൈക്ക്, മുഹമ്മദ് സല, മിഡ്ഫീൽഡിൽ മക്കാലിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാവൻബർഗ്, അവരൊക്കെ ഇപ്പോൾ വിന്നേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ആ രീതിയിലൊരു സ്പൈൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ താരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലോ സ്റ്റാർട്ട് ആകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും പിന്നെ ആ ഒരു സ്ലോ സ്റ്റാർട്ടിൽ നിന്ന് അവർ സ്റ്റഡി ആകാനും ആ രീതിയിൽ ടൈറ്റിൽ അടിക്കാനും ഉള്ളൊരു സാധ്യത തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി ആ ഒരു ഫുൾ ബാക്ക് ഏരിയയിൽ പുതിയ ആളുകളാണ്, കംപ്ലീറ്റ്ലി പുതിയ പെയറിംഗ് ആണ്. റോബോ അവിടെ ഉണ്ടെങ്കിൽ പോലും ഫ്രിംപോങ്ങും കേർക്കസുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡും ഫ്രിംപോങ്ങും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണല്ലേ. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രൊഫൈലുകളാണ് അവരുടെ ആ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ പുതിയ പ്ലേയേഴ്സിന് അഡാപ്റ്റേഷനുള്ള സമയം വേണം. അതേപോലെ തന്നെ ഈ പുതിയ പ്ലേയേഴ്സുമായിട്ട് ഒരു സിങ്ക് കണ്ടെത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഫോമുല കണ്ടെത്താൻ ആർണി സ്ലോട്ടിന് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡിഫൻസിൽ അവർക്ക് പ്രശ്നമുണ്ട്, അത് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാൻഡേക്ക് തന്നെ കുറച്ച് റസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവർ ആ ഏരിയയിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് ഇപ്പോൾ ലിയോണിയെ കൊണ്ടുവരുന്നത്. അത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. കാരണം ഒരു യങ് ഫുട്ബോളറാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വാൻഡേക്കിനെ പോലെ കൊനാട്ടയെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ആ ചങ്ങന്മാരുടെ അടുത്തുനിന്ന് ഈ യങ്സ്റ്ററിന് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ ലീഗിൽ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊനാട്ടയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള സൈനിങ് നടത്തുന്നു. പിന്നെ മാർഗയെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയർ ലീഗ് ക്യാമ്പയിനറും കൂടി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് സോർട്ടഡ് ആണ്.
പിന്നെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും വലിയ ബോംബ് എന്താണ്, ഇസാക്കിനെ അവർക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരൊരു അറ്റാക്കറും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇസാക്കായി കഴിഞ്ഞാൽ പിന്നെ ഗോൾസിൻ്റെ ഫ്ലോ ആയിരിക്കും അവിടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾറെഡി മുഹമ്മദ് സാല കൂടി അവിടെ തന്നെ ഉണ്ട്. 33 വയസ്സായെങ്കിൽ പോലും മുഹമ്മദ് സാലയുടെ ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ സാഗയാണെന്നല്ലോ കഴിഞ്ഞ സീസണിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഗ്രേറ്റ് റിലീഫായിരുന്നു ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചോളം വാൻ ഡൈക്കും അതേപോലെ തന്നെ മുഹമ്മദ് സാലയും ഒക്കെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു റിലീഫ് ഉണ്ട്. പിന്നെ മോ സാല ഇപ്പോഴും ഫിറ്റ് തന്നെയാണ്. ശരിയാണ്, പ്രീ സീസണിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഷീൽഡിലൊക്കെ ഇത്തിരി റസ്റ്റി നേച്ചർ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും മോ സാല തന്നെയാണ്. മോ സാല ഗോളുകൾ അടിക്കും, മോ സാല അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ഇനി എന്താണ്, ആ ഒരു സിങ്ക് കണ്ടെത്തണം പുതിയ ആ ഒരു പ്ലേയേഴ്സുമായിട്ട്, അത്രയേ ഉള്ളൂ. അതിനുള്ള കുറച്ച് സമയം വേണ്ടി വരും. ചിലപ്പോൾ സമയത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. മോ സാല ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കും, സംശയമൊന്നുമില്ല. അപ്പം ഇസാക്ക് കൂടി വന്നു കഴിഞ്ഞാൽ എക്കിത്തേക്ക് ഓൾറെഡി ഉണ്ട്. ഗാക്പോ, ഫ്ലോറിയൻ വേർട്സ്, മെക്കാലിസ്റ്റർ, സൊബോസ്ലായ്, ഗ്രാവൻബർഗ്, വാവ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഒരു അഭാവം അവിടെ ഇല്ല എന്നുള്ളത്. അത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലും അവർക്ക് അത്തരത്തിലൊരു നാച്ചുറൽ DM ഇല്ലാതെ തന്നെയാണ് അവർ ടൈറ്റിൽ അടിച്ചുള്ളത്. ഗ്രാവൻബർഗ് ആ ഒരു ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫ്ലോറിയൻ വേർഡ്സിനെ യൂസ് ചെയ്യുന്നതിൽ ഡബിൾ പിവോട്ട് പോലത്തെ സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും ആർനെ സ്ലോട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ഗുണം ചെയ്തേനെ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ സ്റ്റിൽ മക്കാലിസ്റ്ററൊക്കെ അങ്ങോട്ട് ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗ്രാവൻബർഗും മക്കാലിസ്റ്ററും ഒക്കെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൊബോസ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ റണ്ണിങ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമോ? അല്ല. കാരണം മാഞ്ചസ്റ്റർ സിറ്റി വൂണ്ടഡ് ആനിമലാണ് പെപ്പിൻ്റെ ടീം. മാത്രമല്ല പെപ്പിനെ സംബന്ധിച്ചോളം ആൾക്ക് ഒരു ചെറിയ ഗ്രൂപ്പാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പിന്നെ അവിടെ നിന്ന് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യുന്ന രീതിയൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവർ സെല് ചെയ്യുന്ന രീതിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂപ്പാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീലിഷ് പോയി, അതേപോലെ തന്നെ മക്കറ്റി പോയി. സവീനയുടെ കാര്യത്തിൽ എന്താണെന്നുള്ളൊരു തീരുമാനമായിട്ടില്ല. സ്പേഴ്സിന് താല്പര്യമുണ്ട് ചങ്ങാനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോഡ്രിഗോ കൊണ്ടുവരുമോ എന്നുള്ള മറ്റൊരു ചോദ്യം. പിന്നെ അവർ ട്രാഫോർഡിനെ കീപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഡൊണറൂമയെ നോക്കുന്നുണ്ടെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അത് എഡേഴ്സൺ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും പെപ്പിനെ സംബന്ധിച്ചോളം ഓൾറെഡി കുറച്ച് സൈനിങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ്ങൾ നടത്തി കഴിഞ്ഞു. അതായത് ടിയാനി റേഞ്ചേഴ്സും മിലാനിൽ വരുന്നു. ഗ്രേറ്റ് ബോൾ കാരിയറാണ്, ഫാന്റാസ്റ്റിക് മിഡ്ഫീൽഡറാണ്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനേഴ്സ് അവിടെ ഓൾറെഡി തന്നെ ഉണ്ട്. ഇപ്പോൾ ബെർണാഡോ സിൽവയ്ക്കൊക്കെയാണ് ക്യാപ്റ്റൻ സാമ്പാൻ്റെ കൊടുത്തുള്ളത്. കൈൽ വാക്കർ പോയിട്ടുള്ള സാഹചര്യത്തിൽ കൈൽ വാക്കർ നേരെ ബേൺലിയിലേക്കാണ് പോയത്. ബെർണാഡോ സിൽവയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു ഗ്രിറ്റുള്ള തരത്തിലുള്ള പ്ലെയറാണ് അല്ലേ. ആൾ പിന്നെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ലൊരു സീസൺ ആയിരുന്നില്ല. ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ മാൻ സിറ്റി ക്യാമ്പയിനിൽ ഒരു കൺസിസ്റ്റൻസി കാഴ്ചവെച്ചുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ആ ഒരു ലെവലിനനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. മൊത്തത്തിൽ സിറ്റി പ്ലേയേഴ്സിന് സാധിക്കാത്തൊരു സീസണായിരുന്നു. അപ്പോൾ ബെർണാഡോ സിൽവ സ്റ്റെപ്പ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ റോഡ്രിയുടെ കാര്യം, റോഡ്രി ഒരു മേജർ മിസ്സായിരുന്നു നമുക്കറിയുന്നതാണ്. അപ്പോൾ റോഡ്രി തിരിച്ചു വന്നതാണ്. പക്ഷേ മറ്റൊരു സെറ്റ് ബാക്ക് നേരിട്ടിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബറിലാണ് തിരിച്ചു വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ACL ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരികയാണ്. 29 വയസ്സായി. അദ്ദേഹം ഏത് രീതിയിലായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. അപ്പോൾ മാൻസിനെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ പുതിയ അഡീഷൻസൊക്കെ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിക്കോ ഗോൺസാലസിനൊക്കെ ഇനി എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. അങ്ങനത്തെ സൈനികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ ഓഫ് ദ ബോളുള്ള പ്രശ്നങ്ങൾ അവർ ഇപ്പോഴും പിന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിലകൊള്ളുന്ന സാഹചര്യമുണ്ട്. അതായത് ഓഫ് ദ ബോൾ ട്രാൻസിഷനിലുള്ള അവരുടെ ഡിഫെൻഡിങ് കഴിഞ്ഞ സീസണിൽ വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് ബാക്ക് ഏരിയയിൽ ആരെ യൂസ് ചെയ്യും? കുസനോവാണോ അതോ മാറ്റിയാസ് ന്യൂനസ് മിഡ്ഫീൽഡർ റൈറ്റ് ബാക്കായിട്ട് മാറിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ തന്നെ യൂസ് ചെയ്യുമോ? ലെഫ്റ്റ് ബാക്കായിട്ട് ഐറ്റ്നൂരി വന്നിട്ടുണ്ട്. പക്ഷേ ഐറ്റ്നൂരിയുടെ ഡിഫെൻസീവ് ഫ്രൈൽറ്റീസ് നമുക്കറിയുന്നതാണ്. അറ്റാക്കിങ്ങിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നതാണ്. അപ്പോൾ പിന്നെ റുബൻ നെവസും എന്നാണ് പറയുന്നത്, റുബൻ ഡിയാസും നഥനാക്കിയൊക്കെ ഇഞ്ചുറി പ്രോണാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അക്കാഞ്ചിയൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ഡിഫെൻസിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഓഫ് ദ ബോളിൽ അവർ ഇപ്പോഴും കാര്യമായിട്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരാനും തിരിച്ചടിക്കാനും തയ്യാറായിട്ട് തന്നെയായിരിക്കും പെപ്പിൻ്റെ ടീമും ഇരിക്കുന്നത്. ഒരുപാട് ഗോളുകൾ അവരടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ഇപ്പോൾ റയാൻ ചെർക്കിയാണെങ്കിലും ഇവിടെ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം വേണ്ടി വരുമെങ്കിൽ പോലും ഫാന്റാസ്റ്റിക് ബോളറാണ്. ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ട് ഇതിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കെവിൻ ഡെ ബ്രോയിനെ പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കെവിൻ ഡെ ബ്രോയിന് ഒരു ബിഗ് വോയിഡ് ഉണ്ട്. അപ്പോൾ ആ ബിഗ് വോയിഡ് ആർക്ക് നികത്താൻ സാധിക്കുന്നതാണ്? അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ റയാൻ ചെർക്കിയെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ആ വോയിഡ് നികത്താൻ സാധിക്കുമോ? ഭയങ്കര വലിയ വോയിഡാണ്. അപ്പോൾ ഓസ്കർ ബോബ് തിരിച്ചു വന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായുള്ള സംഭവമാണ്. കാരണം ആൾക്ക് ഇഞ്ചുറി പറ്റി ആളൊരു റൈറ്റ് സൈഡ് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഡോക്കുവിൻ്റെ
ഒരു നല്ലൊരു സീസൺ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഹാലണ്ട് കഴിഞ്ഞ സീസണിൽ 22 പ്രീമിയർ ലീഗ് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ആ 22 പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ട് പോലും ഒരു ആവറേജ് സീസൺ എന്നുള്ള രീതിയിലാണ് ലേബിൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പല സ്ട്രൈക്കർമാരും പ്രീമിയർ ലീഗിൽ വലിയ തോതിൽ പിന്നെ ആളുകൾ റേറ്റ് ചെയ്യുന്ന സ്ട്രൈക്കർമാർക്കൊന്നും ചിലപ്പോൾ 20 പ്രീമിയർ ലീഗ് ഗോളുകൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് അടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഹാലണ്ട് 22 പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സീസൺ ആവറേജ് ആയിട്ട് കണക്കാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലണ്ട് നെയ്തെടുത്തുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹാലണ്ടിൻ്റെ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഭയങ്കര പിന്നെ ഹംഗ്രി ആയിരിക്കും ഈ സീസണിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഹാലണ്ട് ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മർമൂഷ് അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ സിറ്റി സംബന്ധിച്ചോളം അറ്റാക്കിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കാണുന്നത്. പെപ്പ് എന്താണ് ഡിഫെൻസിന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും പെപ്പിൻ്റെ ടീം കാര്യമായിട്ട് തന്നെ ആ ടൈറ്റിൽ റേസിൽ ഒരു സേ ഉണ്ടായിരിക്കും. ടൈറ്റിൽ അടിച്ചാൽ പോലും എന്താണ് സർപ്രൈസ്ഡ് ആകേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആസ്നൽ സംബന്ധിച്ചിടത്തോളം ആ മിസ്സിംഗ് പീസ് എന്നവർ കരുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രൈക്കർ അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. വിക്ടർ ഗ്യോക്കെരഷ് അദ്ദേഹത്തിൻ്റെ പ്രൈമിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി ഇംഗ്ലീഷ് ലീഗിനെ കുറിച്ച് ധാരണയുള്ള ഒരു ചങ്ങയാണ്. ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൽ പോയിട്ട് ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടുള്ള ചങ്ങയാണ്. ആൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വീഡിഷ് താരത്തിനെ ആസ്നലിനെ ആ ഒരു ഫൈനൽ കടമ്പ കടത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തത്സമമാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ആർട്ടറ്റയെ സംബന്ധിച്ചോളം ഈ സീസണിൽ ഡെലിവറി ചെയ്തേ മതിയാകുള്ളൂ. ടൈറ്റിലായിട്ടോ മേജർ ട്രോഫികളായിട്ടോ ചാമ്പ്യൻസ് ലീഗായിട്ടോ ഏതെങ്കിലും തരത്തിൽ, അതായത് മേജർ ഡൊമസ്റ്റിക് ട്രോഫികളായിട്ടോ ചാമ്പ്യൻസ് ലീഗായിട്ടോ ഏതെങ്കിലും തരത്തിലൊരു മേജർ ട്രോഫി ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. ഇനി എക്സ്ക്യൂസുകളില്ല. കാരണം ആ രീതിയിൽ ഒരുപാട് പൈസ ഓൾറെഡി ആർട്ടിട്ട് വന്നതിന് ശേഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സമ്മറിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്. സുബിമെൻഡിയെ പോലെ വളരെ ടെക്നിക്കലായിട്ടുള്ള സ്പാനിഷ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മിഡ്ഫീൽഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഒരുപാട് ചിലപ്പോൾ നമ്മൾ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയറാണ് ഈ സുബിമെൻഡി. ഒരു ആസ്നൽ ഫാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ രീതിയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ആസ്നലിൻ്റെ റിവ്യൂകൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയർ സുബിമെൻഡിയാണെന്നുള്ളത് അത് എനിക്കും അറിയുന്ന തരത്തിൽ സംഭവമാണ്. കാരണം അത്തരത്തിലുള്ള ക്വാളിറ്റി ഫുട്ബോളറാണ് സുബിമെൻഡി. തോമസ് പാർട്ടി പോയിരിക്കുന്നു. അതൊരു പിന്നെ എന്താ പറയുക, ഒരു വോയിഡ് ആണെങ്കിൽ പോലും സുബിമെൻഡി വരുന്നു. ക്രിസ്ത്യൻ നോഗാർഡ് വരുന്നു. ഓൾറെഡി ഡെക്ലൻ റൈസ് അവിടെ ഉണ്ട്. പിന്നെ എന്താണ് ഗ്യോക്കെരഷിനെ ആഡ് ചെയ്യുന്നു. കായ് ഹാവർട്സ് ഓൾറെഡി പിന്നെ ഷാർപ്പറായിട്ട് തിരിച്ചു വരുന്നു. ജസൂസിനെ പോലെയുള്ള പ്ലെയറൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ട്രൊസാഡിൻ്റെ അവൈലബിലിറ്റി അപ്പോഴുണ്ട്. അത്തരത്തിലുള്ള സ്ക്വാഡ് പ്ലെയേഴ്സ് ഉണ്ട്. ബുക്കായോ സാക്ക വളരെ ഹംഗ്രി ആയിരിക്കും. എന്താണ് ആ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ഒഡിഗാർഡ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ഓപ്പൺ പ്ലേയിലെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെറ്റ് പീസുകളിലായിരുന്നു കൂടുതലും അവർ പിന്നെ ത്രട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ ഒരു ഓപ്പൺ പ്ലേയിൽ നിന്നുള്ള ആ ഒരു എന്താണ് ക്രിയേറ്റിവിറ്റി കൂടി കാര്യമായിട്ട് ഇമ്പ്രൂവ് ആകേണ്ടതുണ്ട്. പിന്നെ സലീബ, ഗബ്രിയേൽ, മൊസ്കേര പുതിയ അഡീഷനൊക്കെ ഫാന്റാസ്റ്റിക്കാണ്. ഡേവിഡ് റായ ഒരു ഗ്രേറ്റ് കീപ്പറാണെന്നൊക്കെ നമുക്കറിയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ അടിക്കാനുള്ള ടീമുണ്ട്. ആ രീതിയിലുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഡെലിവറി ചെയ്യേണ്ടത് ആർട്ടറ്റയാണ്. ആർട്ടറ്റയുടെ പ്രൊജക്റ്റിൻ്റെ എത്രാമത്തെ ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ സംബന്ധിച്ചിടത്തോളം മറ്റു ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ടി വരും ഈ സീസണെന്നാണ്. മിനിമം ഒരു ടൈറ്റിലെങ്കിലും, അത് പ്രീമിയർ ലീഗ് ടൈറ്റിലായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് ട്രോഫി ആയിട്ടോ ചാമ്പ്യൻസ് ലീഗായിട്ടോ ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ടൈറ്റിൽ അടിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. അവർ വൺസ് അഗെയിൻ ചിലപ്പോൾ സെക്കൻഡോ അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലോസ് ആയിട്ട് ഫിനിഷ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ സംബന്ധിച്ചോളം ആസ്നൽ ഫാൻസ് സംബന്ധിച്ചോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയും. ഇതിന് മുമ്പ് 3 തവണ അവർ അടുപ്പിച്ച് ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്തുള്ള സാഹചര്യത്തിൽ പ്രീമിയർ ലീഗിൽ അവർ 4ാമത്തെ സീസണിൽ പോയിട്ട് ടൈറ്റിൽ അടിക്കുന്നതാണ് സംഭവിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ 3 സീസണുകളായിട്ട് അവർ 2ാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വരുന്ന സീസണിൽ അവർക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാര്യങ്ങൾ. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചെൽസി ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 4th ഫിനിഷ് ചെയ്യുന്നു. 69 പോയിൻറ്റ്സാണ് ചെൽസിക്ക് ഗെയിൻ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിന് തൊട്ടുമുമ്പത്തെ സീസണേക്കാൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. മരസ്ക എന്ന് പറയുന്ന മാനേജർ നല്ലൊരു പണിയെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബുള്ളറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതൊക്കെ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ടോപ്പ് 4ഉം ഒരു കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം പിന്നെ ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുന്നു. അതെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി ചെൽസി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ PSG പരിപ്പിളക്കിക്കൊണ്ട് പണ്ടവും പരിപ്പും പുറത്തെടുത്തുകൊണ്ട് ചെൽസി ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുന്നു. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ് ചെൽസി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. ബെയർ മിനിമം ടോപ്പ് 4 തന്നെയാണ്. ബെയർ മിനിമം ആ രീതിയിൽ ചെൽസി ടോപ്പ് 4 ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ള അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം, ഡിഫൻസിൽ ഇപ്പോൾ കോൾവിൽ ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ അത് എങ്ങനെ ടീമിനെ ബാധിക്കുന്നുള്ളതാണ്.
അപ്പോൾ അത് എൻസോ മരസ്കിയും പറയുന്നതെന്ന് വെച്ചാൽ ആൾക്ക് മറ്റൊരു സെൻറ്റർ ബാക്കിന് ആവശ്യമുണ്ട്, പക്ഷേ ഇൻറ്റേർണൽ സൊല്യൂഷൻസിലേക്ക് കൂടി അദ്ദേഹം നോക്കുന്നുള്ളതാണ്. അപ്പോൾ ടോസിൻ ഉണ്ട്, പക്ഷേ ടോസിൻ എല്ലാ മത്സരങ്ങളും കളിക്കാൻ പറ്റില്ല. ആ ഒരു റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ടോസിനാണ്. പിന്നെ ഹാറ്റോയെ സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹാറ്റോ ആ LCB റോൾ കളിക്കാൻ പറ്റുമെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ അങ്ങനെ കളിച്ച് പരിചയമില്ല. പുതിയൊരു രാജ്യത്തേക്ക് വരികയാണ്, പുതിയൊരു ലീഗിലേക്ക് വരികയാണ്. ആൾ എന്താണ് അയാക്സിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ന്യൂ സെറ്റപ്പാണ്, പ്രീമിയർ ലീഗാണ്, അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ ചെൽസി സംബന്ധിച്ചോളം കോൾവിന് പറ്റിയുള്ള ഇഞ്ചുറി ഒരു ഭീകര അടിയാണ്. അപ്പോൾ ചെൽസി എങ്ങനെയാണ് മാർക്കറ്റിൽ ഇടപെടാൻ പോകുന്നത്, അതോ അച്ചംപോങ്ങിനെ പോലുള്ള പ്ലേയേഴ്സിനെയൊക്കെ അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ്. ആ ഒരു LCB റോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അച്ചംപോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഗ്രേറ്റ് പ്രോസ്പെക്റ്റാണ്, മറ്റൊരു കോബ്ഹാം പ്രൊഡക്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ യൂസ് ചെയ്യാനോ അതാണോ പ്ലാൻ? ചലോബെ എന്തായാലും ഇനി വിൽക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മരസ്കിയുടെ ടീം, ആ ഒരു കോറുണ്ട് ആ ടീമിൽ, അത് ഇപ്പോൾ കോൾവില്ലിൽ പോയപ്പോൾ ആ കോറിൽ ഒരു ഇടിവ് പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കോൾവിൽ ആ കോറിലെ ഭാഗമായിരുന്നു. പക്ഷേ സ്റ്റിൽ റീസ് ജെയിംസ് ഇഞ്ചുറി ഫ്രീ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ കുക്കുരയൊക്കെ ഇപ്പോൾ പുതിയ കോൺട്രാക്ട് കൊടുക്കുന്നു. ഫാന്റാസ്റ്റിക് രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗിൽ തന്നെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡ്ഫീൽഡിൽ കായ്സേഡോ വലിയ തുക കൊടുത്തുകൊണ്ടാണ് കായ്സേഡോ കൊണ്ടുവന്നത്, പക്ഷേ എമ്മാതിരി പെർഫോമൻസാണ്. കായ്സേഡൊക്കെ ഒരു ജെമ്മാണ്. ഏതൊരു ടീമിനും അത്തരത്തിലുള്ളൊരു പ്ലെയറിനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ആളുകൾ അല്ലെങ്കിൽ ആരാധകർ കൊതിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് കായ്സേഡോ. എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, കോൾ പാമർ മജീഷ്യനാണ്, എസ്തോ വില്യൻ പുതിയ ലീഗിലേക്ക് വന്നിരിക്കുകയാണ്, പക്ഷേ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ബിനോ ഗിത്തൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് ചെൽസി. ജോ പെഡ്രോ ഫൈനലി ചെൽസി സംബന്ധിച്ചോളം ഒരു ക്ലിനിക്കൽ ടെക്നിക്കൽ സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡെലാപ്പ് ഒരു ബുള്ളിയായിട്ടുള്ള പവർഫുൾ ഒരു ഡിയോഗോ കോസ്റ്റ മോൾഡിലുള്ള ഒരു പ്ലെയറാണ്. ഓൾറെഡി പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ 2 പ്രൊഫൈലുകളുണ്ട്. നിക്കോ ജാക്സൻ്റെ കാര്യത്തിൽ എന്താകും എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അപ്പോൾ ചെൽസി സംബന്ധിച്ചോളം ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ഉണ്ട്, വിങ്ങിൽ ടേക്ക് ഓണുകൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അവിടുന്ന് കുറേ ഡിപ്പാർച്ചറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെൽസി സംബന്ധിച്ചോളം അഡീഷൻസ് ഗുഡ് അഡീഷൻസാണ്. അപ്പോൾ എൻസോ മരസ്കിയെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ റേസിൽ ചെൽസിയെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ കാണേണ്ടതാണ്, പക്ഷേ ടൈറ്റിൽ അടിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ പോലും എനിക്ക് പിന്നെ പറയാൻ തോന്നുന്നു. പക്ഷേ ടൈറ്റിൽ അടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അതിനുള്ള സാധ്യത കാണുന്നില്ല. നമുക്ക് നോക്കാം ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് ഡിഫൻസും അതേപോലെ തന്നെ ഗോൾ കീപ്പർ സിറ്റുവേഷൻ. സാഞ്ചസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ പോലും സാഞ്ചസിനെ നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ ഷാവി സിമോൺസ് ഡീൽ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഷാവി സിമോൺസ് വന്നു കഴിഞ്ഞാൽ അതൊരു ഗ്രേറ്റ് അഡിഷൻ ആയിരിക്കും. ഗർണാച്ചോ ഡീലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ അത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ഒരു എക്സ്ട്രാ സ്ക്വാഡ് പ്ലെയർ എന്ന രീതിയിൽ ഒരു എക്സ്ട്രാ അഡിഷൻ എന്ന രീതിയിൽ. അപ്പോൾ എന്താണ്, ഏതൊരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെൽസി സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ബാക്കപ്പുകളുള്ള ഒരു രീതിയിലേക്കാണ് സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സ്പോർട്ടിംഗ് ഡയറക്ടർമാരാണെങ്കിലും ഓണർമാരാണെങ്കിലും. പക്ഷേ എന്താണ്, ഈ സീസണിൽ ഒരു ടൈറ്റിൽ റേസിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ടൈറ്റിൽ അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്. പക്ഷേ ഫുട്ബോളാണല്ലോ, എന്തുകൊണ്ട് സംഭവിക്കാം. പക്ഷേ ബെയർ മിനിമം അനദർ ട്രോഫി, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അത് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൾ പാമർ തന്നെയാണ് ചെൽസിയുടെ ജീവനാടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ കോൾ പാമറുമായിട്ടുള്ള മറ്റു പ്ലേയേഴ്സിൻ്റെ ലിങ്കപ്പുകൾ, ഇപ്പോൾ ജോ പെഡ്രോ ആണെങ്കിലും എസ്തോ ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പെഡ്രോ നെറ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെൽസി സംബന്ധിച്ചോളം ഒരു എക്സൈറ്റിംഗ് ടീമാണ്. ഈ യങ് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോറിൽ നിന്ന് നമ്മുടെ കോൾവിൽ പോയത് ഒരു ബിഗ് അടിയാണെങ്കിൽ പോലും മറ്റ് കോർ മെമ്പേഴ്സ് വളരെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. വിന്നിങ് മെൻറ്റാലിറ്റി അവർ അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു ട്രോഫി അടിച്ചതിൻ്റെ രസം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി കണ്ടിന്യൂ ചെയ്യണം. ഇവിടെയാണ് പ്രീമിയർ ലീഗ് ഒരു ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്, ഒരു ഡിഫറെൻറ്റ് ഗ്രേവിയാണ്. കപ്പ് കോമ്പറ്റീഷൻസ് പോലെയല്ല ലീഗിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് ലീഗിൽ ഡെലിവർ ചെയ്യാൻ ഈ ടീമിന് സാധിക്കുമോ? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എൻസോ മരസ്കിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ കോൺഫറൻസ് ലീഗ് ഹിൻഡ്രൻസ് ആയിരുന്നു ലീഗ് മത്സരങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നത്. ഇത് ചാമ്പ്യൻസ് ലീഗ് ഹിൻഡ്രൻസ് ആണ്. അതിനെ എങ്ങനെ ചങ്ങായി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ടീമാണെങ്കിലും മാനേജറാണെങ്കിലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് സമയം അല്ലെങ്കിൽ പേഷ്യൻസ് ചെൽസി ഫാൻസിന് ഈ സീസണിൽ കൊടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ ആ രീതിയിൽ അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ചെൽസി സംബന്ധിച്ചിടത്തോളം എക്സൈറ്റിംഗ് ഗ്രൂപ്പാണ്. പക്ഷേ പ്രീമിയർ ലീഗ് ഒരു ഡിഫറെൻറ്റ് ഗ്രേവിയാണ്. എന്താകും എന്നുള്ളത് കണ്ടറിയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റൂബൻ അമോറിം അണ്ടർ പ്രഷറിലായിരിക്കും ഫസ്റ്റ് ഗെയിം വീക്ക് മുതൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണേക്കാൾ എന്തായാലും ബെറ്ററായേ പറ്റുള്ളൂ. സംശയമില്ലാത്തൊരു കാര്യമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ 70കളിൽ അവർ റെലഗേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും മോശം സീസണായിരുന്നു. ഏറ്റവും മോശം സീസൺ 70കളിൽ റെലഗേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും മോശം സീസൺ. ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു
പിന്നെ പോസ്റ്റ് ഫേർഗസൺ എറയിൽ നമുക്കെല്ലാവരും പറയുന്നതാണ്. പക്ഷേ ഏറ്റവും ദുരന്തം സീസണാണ് കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നത്. 15ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആകെ 44 ഗോളുകളോ എങ്ങനെ അവർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 42 പോയിൻറ്റ്സ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജയൻറ്റ് ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെറും 42 പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഓക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അവരെന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. 44 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ അറ്റാക്കിനെ റിവൈവ് ചെയ്യാനുള്ള പരിപാടികൾ, പുതിയ സ്ട്രൈക്കർ കൊണ്ടുവരുന്നു, പുതിയ പിന്നെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കൊണ്ടുവരുന്നു. മാറ്റിയാസ് കുഞ്ഞ, അതുപോലെ എംബൂമോ, എക്സ്പീരിയൻസ് പ്രീമിയർ ലീഗ് ക്യാമ്പയിനേഴ്സാണ്. ഗോളുകൾ അടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയേഴ്സാണ്. സെസ്കോ ഒരു ഗാമ്പിളാണ്, പക്ഷേ സ്റ്റിൽ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. ഹോയിലൻഡ് മിക്കവാറും അവിടെ നിന്ന് പോകും, മിലാനിലേക്ക് പോകും എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിലൊരു പിന്നെ ഓവർഹോൾ അവർ പ്രത്യേകിച്ച് പിന്നെ അവർ അറ്റാക്കിംഗ് ഏരിയയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ മിഡ്ഫീൽഡിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവർ ബലീബിയെ സൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ബലീബിയെ അവർക്ക് സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എയിം ചെയ്യേണ്ടത് യൂറോപ്യൻ പ്ലേസ് തന്നെയാണ്. അതായത് ബെയർ മിനിമം ടോപ്പ് 6. ആകെ ഒരൊറ്റ പിന്നെ മത്സരമേ ഒരു വീക്കിലുണ്ടായിരിക്കുള്ളൂ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ഇപ്പോൾ ആൻ്റോണിയോ കോണ്ടേക്ക് ആണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ചെൽസി 10ാമത് ഫിനിഷ് ചെയ്തുള്ള കാര്യത്തിലാണ് ചങ്ങായി അങ്ങോട്ടേക്ക് വന്നിട്ട് ടൈറ്റിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എന്താണ് അവിടെ വിന്നർമാരുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണമെന്നുണ്ട്. ഇവിടെ വിന്നർമാരില്ല. ആ രീതിയിൽ വിന്നർമാരാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മാത്രമല്ല പ്രശ്നങ്ങളുണ്ട്. ഒരു അത്രയും മോശം സീസണാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ പ്ലേസസ് അവരെ സംബന്ധിച്ചോളം അനിവാര്യമാണ്. ടോപ്പ് 4 പുഷ് നടത്താൻ സാധിച്ചാൽ അതൊരു ഫാൻറ്റാസ്റ്റിക് സംഭവമായിരിക്കും. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് കപ്പിൽ ഏത് രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എന്തായി കഴിഞ്ഞാലും ബനമോരവിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഗെയിം വീക്ക് മുതൽ അണ്ടർ പ്രഷറിലായിരിക്കും. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വന്നേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ അവർ എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി ബാക്കി മാനേജർ തീരുമാനിക്കട്ടെ. ഒപ്പം മിഡ്ഫീൽഡിൽ അഡീഷൻ എന്തായാലും വേണം. പക്ഷേ കുറച്ച് എക്സൈറ്റിംഗ് ടാലൻറ്റുകൾ ഉണ്ട് അവിടെ. ലെനിയോരൊക്കെ ഫാൻറ്റാസ്റ്റിക് ഡിഫൻഡറാണ്. കീപ്പർ സിറ്റുവേഷനിൽ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അത് അവർ അഡ്രസ്സ് ചെയ്യുമോ? വിൻഡോയിലിനും സമയം ബാക്കിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരണം. നമ്മൾ പഴയ ബാർക്ലേസ് പ്രീമിയർ ലീഗ് സമയത്തുണ്ടായിരുന്ന തരത്തിലുള്ള ആ ഒരു ബാറ്റിൽ തിരിച്ചു വരട്ടെ. ആ ഒരു ബിഗ് 6 എന്ന് പറഞ്ഞിട്ട് ബിഗ് 6 എവിടെയും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് അല്ലേ. ബിഗ് 6 സ്പേഴ്സ് ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും എവിടെയാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ആ ബിഗ് 6 തിരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നാലാണ് ആ പ്രീമിയർ ലീഗിൻ്റെ ആ ഒരു എസൻസും ആ ഒരു വീറും വാശിയും ആരാധകർക്കിടയിലുള്ള ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ആ ഒരു വീറും വാശിയും ഒക്കെ അങ്ങോട്ട് കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും യുണൈറ്റഡ് തിരിച്ചു വരണം. ഒരു റൈവൽ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കപ്പടിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള തരത്തിലുള്ള ചങ്ങയൊന്നുമില്ല. ഞാനൊരു ചെൽസി ഫാനാണ്. മാത്രമല്ല ആ ഒരു 2000-ലെ ആ ഒരു മിഡ് സമയത്തുള്ള ചെൽസി യുണൈറ്റഡ് റൈവലറി വളരെ വലുതായിരുന്നു കേരളത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അന്ന് ഫാനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് എനിക്ക് ആ ഒരു കടുത്ത റൈവലറിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ വലിപ്പവും അവരുടെ ചരിത്രവും അവരുടെ ഹെറിറ്റേജും എല്ലാം എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റൈവൽസ് ആണെങ്കിൽ പോലും നമ്മൾ ഓരോ ക്ലബിൻ്റെയും വലിപ്പത്തെക്കുറിച്ചും ഓരോ ക്ലബിൻ്റെയും ചരിത്രത്തെക്കുറിച്ചും പഠിക്കേണ്ടതായിട്ടുണ്ട്, അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ഹ്യൂജ് റെസ്പെക്റ്റ് എനിക്കുണ്ട് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിനോട്. അപ്പോൾ അവർ തിരിച്ചു വരട്ടെ, അത്രയല്ലേ. പക്ഷേ ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യതയില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ടോപ്പ് 4 പുഷിനുള്ള ഒരു പരിപാടി നടത്തണം. പക്ഷേ ബെയർ മിനിമം ഞാൻ പറഞ്ഞില്ല, യൂറോപ്യൻ പ്ലേസാണ്. ബെയർ മിനിമം ടോപ്പ് 6 ആണ്. പിന്നെ സ്പേഴ്സ് സംബന്ധിച്ചിടത്തോളം പുതിയ മാനേജർ വന്നിരിക്കുകയാണ്. തോമസ് ഫ്രാങ്ക്. ബ്രെൻഫോർഡിൽ നിന്നൊരു ബിഗ് ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെയും അംബിഷൻ വളരെ മോശം സീസണായിരുന്നു ഡൊമസ്റ്റിക്കലി. പക്ഷേ ആ സീസൺ അവസാനിച്ചത് യൂറോപ്പ ലീഗ് എടുത്തോണ്ടിട്ടാണ്. ആ രീതിയിൽ വലിയൊരു സീസണായിട്ട് മാറുന്നു, ചരിത്ര പ്രാധാന്യമുള്ള സീസണായിട്ട് മാറുന്നു, സക്സസ്ഫുൾ സീസണായിട്ട് മാറുന്നു. പക്ഷേ ലീഗ് ക്യാമ്പയിനിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തണം എന്നല്ലായിരിക്കും അവരുടെ അംബീഷൻ ഉണ്ടായിരിക്കുക. അവർ സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്, കുഡൂസിനെ പോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള സൈനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കിപ്പോഴും ഒരു അറ്റാക്കിംഗ് പ്ലെയറിൻ്റെ വിടവുണ്ട്. മാഡിസൺ ഇഞ്ചുറി പറ്റുള്ള സാഹചര്യത്തിൽ, സോണ് പോലുള്ള സാഹചര്യത്തിൽ അവർ മറ്റൊരു അറ്റാക്കറിനെ കൊണ്ടുവരുന്നതാണ്. എവരിച്ചിയെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും. ഡിഫൻസിൽ കുട്ടിറമരൊക്കെ ക്യാപ്റ്റൻസി കൊടുത്തത് നല്ല കാര്യമാണ്. ഡാൻസോ നല്ല അഡീഷനാണ്. വാൻഡവനൊക്കെ ഇവരൊക്കെ ഇഞ്ചുറി പറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ തോമസ് ഫ്രാങ്കിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസ് ഫസ്റ്റ് മെക്കാനിസം അദ്ദേഹത്തിന് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. മിഡ്ഫീൽഡിൽ ഇപ്പോൾ പപ്പമാറ്റസർ ആണെങ്കിലും ബെൻറ്റക്കൂർ ആണെങ്കിലും പലീനിയ നല്ലൊരു അഡീഷനാണ്. അപ്പോൾ ആ രീതിയിൽ മോശമില്ലാത്ത രീതിയിലൊരു സൈഡുണ്ട്. ആ ഒരു ടോപ്പ് 6 പുഷ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള സൈഡുണ്ട്. കണ്ടറിയാം ഏത് രീതിയിലുള്ള സംഭവങ്ങൾ തോമസ് ഫ്രാങ്കിന് നടത്താൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ആ ടോപ്പ് 6 കുറിച്ച് ഞാൻ സംസാരിച്ചത്, ടൈറ്റിൽ റേസിനെ കുറിച്ച് സംസാരിച്ചത്. പിന്നെ ആസ്റ്റൺ വില്ല, അതേപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്,
എവർട്ടൺ, പിന്നെ നമ്മുടെ ബോൺമൗത്ത്, ഇവരൊക്കെ ആ ഒരു ബ്രൈറ്റൺ, ഇവരൊക്കെ ആ ഒരു യൂറോപ്യൻ പ്ലേസിനായിട്ടുള്ള പുഷും കാര്യങ്ങളൊക്കെ നടത്തുമായിരിക്കും. പക്ഷേ ഇതിൽ തന്നെ ആസ്റ്റൺ വില്ല സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഇൻകമിങ് നടന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗിസാൻഡിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഫാന്റാസ്റ്റിക് സൈനിങ് ആണ്. ആ പീക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്കറിനെയാണ്, ഐവറി കോസ്റ്റ് സ്ട്രൈക്കറിനെയാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. എക്സൈറ്റിംഗ് ടാലൻ്റാണ്. ഉനായ് എമറിയെ സംബന്ധിച്ചോളം സ്ട്രൈക്കർമാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു റാപ്പ് നല്ലതാണ്. അവരൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ഉഷാറാണ് ചങ്ങായി. പിന്നെ ഒലി വാറ്റ്കിൻസിനെ അവർക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചാൽ ഫാന്റാസ്റ്റിക് ആയിരിക്കും. മോർഗൻ റോജേഴ്സിനെ പിടിച്ചു നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ ഇപ്പോഴും അവരെ ലോൺ ഡീൽ കൊണ്ടുവന്നിട്ടുള്ള റാഷ്ഫോർഡും അസൻസിയും ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഈവൻ ഡിഫൻസിൽ ചെൽസിയിൽ നിന്ന് ഡിസാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പോയി. അപ്പോൾ ആ രീതിയിൽ അവിടെ ഇനിയും റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമുണ്ട് എമറിയെ സംബന്ധിച്ചോളം. മാത്രമല്ല ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടാതായതിൽ. കാരണം അത് അവരെ ഫൈനാൻഷ്യലി തളർത്തിയിട്ടുണ്ട്. ആ ലാസ്റ്റ് ഡേയിൽ യുണൈറ്റഡിനെതിരെ ഒരൊറ്റ പോയിന്റ് മാത്രം മതിയായിരുന്നു. പക്ഷേ അവർ തോറ്റു. അങ്ങനെ അവർ യൂറോപ്പ ലീഗ് പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ യൂറോപ്പ ലീഗ് പൊസിഷനിൽ ഫിനിഷ് ചെയ്ത് വില്ലയെ സംബന്ധിച്ചോളം ആരാധകരെ സംബന്ധിച്ചോളം മോശം കാര്യമില്ല. കാരണം വെച്ചാൽ ഉനായ് എമറിയെ സംബന്ധിച്ചോളം ആളുടെ എക്സ്പെർട്ടീസ് ഏറ്റവും കൂടുതലുള്ള ലീഗാണത്. ഉനായ് എമറി ലീഗാണ് യൂറോപ്പ ലീഗ് എന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരൻ ഒരുപാട് തവണ അത് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആസ്റ്റൺ വില്ലയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് ആ ടൈറ്റിൽ അടിക്കാനായിട്ട്. പക്ഷേ ആ പൈസയുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ നടത്താതെ. പിന്നെ ബെയിലിയുടെ കാര്യം എന്താകുമെന്ന് നമുക്കറിയില്ല. ബെയിലി ചിലപ്പോൾ അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു എന്താ ഇപ്പോൾ റാംസി പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിലപ്പം മറ്റൊരു അഡീഷൻ കൊണ്ടുവരാനുള്ള സാധ്യത. റാംസി ന്യൂകാസിലേക്കാണ് പോയിട്ടുള്ളത്. ഒനാനയൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഒരു കോർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുള്ളത് എമറിയെ സംബന്ധിച്ചോളം നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ടോപ്പ് 4 പുഷ് ഇത്തവണ നടത്താൻ സാധിക്കുമോ? ചാമ്പ്യൻസ് ലീഗ് തന്നെയായിരിക്കും ലക്ഷ്യം വെക്കുന്നുണ്ടാവുക. അത് വയ യൂറോപ്പ ലീഗ് സക്സസോ അതോ ടേബിളിലോ ആ രീതിയിലൊരു ടോപ്പ് 4 പുഷ് അവർ നടത്തും. പക്ഷേ കാര്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നടത്തിയെന്നൊരു പ്രധാന ചോദ്യമാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വല്ലാത്ത രീതിയിലുള്ള ഒരു പഞ്ചിങ് അബവ് ദ വെയിറ്റ് പരിപാടി നടത്തിയതാണ് ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ കയ്യിൽ. ഇത്തവണ അവർക്ക് അതിന് സാധിക്കുമോ എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇലാങ്ക പോയിട്ടുണ്ട്. ഗിബ്സ് പിടിച്ചിരുത്തി മറ്റ് ഇൻട്രസ്റ്റിംഗ് ഉള്ള സൈനിങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കലിമുന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ് ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒമാരി ഹച്ചിൻസൺ, എൻഡോയെ, അത്തരത്തിലുള്ള സൈനികൾ അവർ നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. മുറിയിൽ അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. സോഫാർ വിൻഡോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരും യൂറോപ്പിൽ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചു. അത് എന്തുകൊണ്ടെന്നുള്ളതാണ്. കാരണം ക്രിസ്റ്റൽ പാലസിന് ആയിരുന്നു യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയത്. പക്ഷേ അത് ആ പൊസിഷൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എടുത്തു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടുപോയി നോക്കൂ. അപ്പോൾ ഫോറസ്റ്റ് സംബന്ധിച്ചിടത്തോളം ആ 7th പൊസിഷനിൽ നിന്ന് അവർക്ക് പഞ്ച് ചെയ്യാൻ പറ്റുമോ? ആ ഒരു 6th 5th എന്നുള്ളത് കണ്ടിരുന്ന ഒരു സംഭവമാണ്. എന്തായാലും പ്രീമിയർ ലീഗാണ്, ഭയങ്കര രസമാണ്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുറേ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ ടീമുകളും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. പിന്നെ ബോൺമൗത്ത്, എരിയോളെ സംബന്ധിച്ചോളം എന്താണ്, ആ ഡിഫൻസിൽ നിന്ന് മെയിൻ പ്ലേയേഴ്സ് ഒക്കെ പോയി. അതായത് കർക്കസ് പോയി, ജബാനി പോയി, ഹൗസൻ പോയി. അവരിപ്പോൾ ജെകിറ്റിയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കുറച്ച് ട്രൂഫേ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ചെങ്ങാനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ബാക്കൊക്കെ ആയിട്ട്. പക്ഷേ സ്റ്റിൽ എന്താണ്, അറ്റാക്കിംഗ് ഏരിയയിൽ കാര്യമായിട്ടുള്ള അഡീഷൻസ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഔട്ടാര പോകുന്നുണ്ട് ബ്രൻഫോർഡിലേക്ക്. എരിയോളയിൽ തന്നെയാണ് വിശ്വാസം. യങ് പ്ലേയേഴ്സ് വേറെ ഉണ്ട്. ഇപ്പോൾ അരോഹയെ പോലെയുള്ള പ്ലെയറൊക്കെ ഉണ്ട്, ഹോളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരിക്കും. എരിയോള അത്തരത്തിലുള്ള ഫാന്റാസ്റ്റിക് മാനേജറാണ്. അപ്പോൾ എരിയോളയിലാണ് ബോൺമൗത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും. യൂറോപ്യൻ പ്ലേസിലേക്ക് അവർക്ക് പുഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ എരിയോള ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫുള്ളമിനെ സംബന്ധിച്ചോളം ആകെ ഒറ്റ ഒരു ഗോൾ കീപ്പർ സൈനിങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. മാർക്കോ സിൽവയെ കാര്യമായിട്ട് ബാക്ക് ചെയ്യുന്നില്ല. മാർക്കോ സിൽവ ഒരു ഫാന്റാസ്റ്റിക് മാനേജറാണ്, അണ്ടർറേറ്റഡ് മാനേജറാണ്. പക്ഷേ എന്താണ്, കാര്യമായിട്ട് ബാക്കിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് മാജിക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോഡ്രിഗോ മുന്നീസ് ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും മാർക്കോ സിൽവ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇടങ്ങർ പിടിച്ച പരിപാടിയാണ്. പിന്നെ നമ്മൾ ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ന്യൂക്കാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ചാമ്പ്യൻസ് ലീഗിലുണ്ട്. പക്ഷേ ഇസാക്ക് സാഗ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡ്രെയിനിങ് ആണ്, ഭയങ്കര ടയറിങ് ആണ്. അവരുടെ പ്രീ സീസണെ കാര്യമായിട്ട് ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൻ്റണി ഗോർഡനാണ് ഒരു സെൻറ്റർ ഫോർവേഡൊക്കെ ആയിട്ട് ഫാൾസ് നൈൻ റോളൊക്കെ കളിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അഡീഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇസാക്ക് സാഗ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഷോൺ ലോങ് സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇപ്പോൾ ഈ റാംസിയെ സൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഓൾറെഡി ബ്രൂണോജി, ജോലിൻറ്റൺ, ടൊണാലി, അത്തരത്തിലുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോർ അവിടെ തന്നെ ഉണ്ട് ഈവൻ ഡിഫൻസിലും. പക്ഷേ ഈ ഇസാക്കിൻ്റെ കാര്യം, കോർ എന്ന് പറഞ്ഞാൽ ഇസാക്കിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കോർ എന്ന് പറയുക. പക്ഷേ ആ ഇസാക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ കോറിന് സാരമായിട്ടുള്ള പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എഡി ഹൗ എന്ന് പറയുന്ന മാനേജറിലാണ് അവരുടെ പ്രതീക്ഷ. അവർ ചരിത്രം സൃഷ്ടിച്ചുള്ള ഒരു വർഷമാണ്. അവർ ആ ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ചിന്ത. ചാമ്പ്യൻസ് ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളതാണ്. റൗണ്ട് ഓഫ് 16 എത്തണം മിനിമം എന്നുള്ളതൊക്കെയാണ് അവരുടെ ചിന്ത. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവരെന്തായാലും ആ ഒരു ഇൻ ആൻഡ് അറൗണ്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് പ്ലേസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് ആ ചാമ്പ്യൻസ് ലീഗ് പ്ലേസ് നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് സംശയമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ അവർ ആ ഇൻ ആൻഡ് അറൗണ്ട് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇസാ കൂടി പോയാലുള്ള സാഹചര്യമാണ് പറയുന്നത്. ഇലാങ്ക നല്ല സൈനികങ്ങൾ തന്നെയാണ് അവർ സംബന്ധിച്ചോളം. പക്ഷേ ആ ഒരു സ്ട്രൈക്കർ ഏരിയയിൽ ഗോളടിക്കാൻ ആൾ വേണ്ടേ, അത് അവർ സൈൻ ചെയ്തേ പറ്റുള്ളൂ. യോവാൻ വിസ വരുമായിരിക്കും. മറ്റ് സൈനിങ് ആര് നടത്തുന്നതാണ് കണ്ടറിയേണ്ട തരത്തിലുള്ളത്. അപ്പോൾ എന്തായാലും ന്യൂകാസിൽ പുഷ് ചെയ്യും.
പുഷ് ചെയ്തിരിക്കും. കാരണം ഈ ചങ്ങായി നമ്മുടെ എഡി ഹവ് ഒരു ഫാൻറ്റാസ്റ്റിക് മാനേജറാണ്. ബ്രെൻഫോർഡ് സംബന്ധിച്ചോളം തോമസ് ഫ്രാങ്ക് പോലുള്ള കാര്യത്തിൽ അവരിടങ്ങറാകും. കീത്ത് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ അവരുടെ സെറ്റ് പീസ് കോച്ചിനാണ് കോച്ചാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആളുടെ ഫസ്റ്റ് മാനേജറിയൽ ജോബാണ്. പക്ഷേ എന്താണ്, തോമസ് ഫ്രാങ്കിൽ അവർക്ക് ഭയങ്കര സക്സസ് ആയിരുന്നു. ആ രീതിയിൽ ആൾക്ക് ആ പൊസിഷനിൽ ഹൈറാർക്കി മാറ്റം കൊടുത്തപ്പോൾ ആ രീതിയിൽ കീത്ത് ആൻഡ്രൂസിന് ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടറിയാം. കുറേ എംബൂമ പോലെയുള്ള, ഇപ്പോൾ യുവാൻ വിസയെ പോലുള്ള, നോർഗാർഡിനെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ നഷ്ടപ്പെടുകയാണ്. അത് ഇനി യങ് പ്ലേയേഴ്സിലായിരിക്കും കൂടുതൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഇനി റെലഗേഷൻ ബാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ കമേഴ്സ്, ബേൺലി, ലീഡ്സ്, സണ്ടർലാൻഡ് കുറേ സൈനിങ് നടത്തിയിട്ടുണ്ട്. 130 million pound എങ്ങാനും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാനിറ്റ് ചാക്കി കൊണ്ടുവരുന്നു, അതേ രീതിയിൽ എക്സ്പീരിയൻസ് ഹബീബ് ദിയാരയെ കൊണ്ടുവരുന്നു. ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള സൈനിങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ലക്ഷ്യം പ്രീമിയർ ലീഗിൽ സ്റ്റേ എന്നുള്ളതാണ്. അതിനവർക്ക് സാധിക്കുമെന്നാണ് കണ്ടിട്ടുണ്ട് തരത്തിലുള്ള സംഭവം. ബേൺലി ഭയങ്കര ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു. ചാമ്പ്യൻഷിപ്പിലാകെ 16 ഗോളുകളെ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ സ്കോട്ട് പാക്കറിന് കീഴിൽ. സ്കോട്ട് പാക്കർ ഇതിനു മുമ്പും ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്ലേയേഴ്സിനെ പ്രീമിയർ ലീഗിൽ കൊണ്ടുവന്നെങ്കിലും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. ലീഡ്സിനെ സംബന്ധിച്ചോളം 100 points ലീഡ്സിനും ബേൺലിക്കും ചാമ്പ്യൻഷിപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഡാനിയൽ ഫാർക്കെ നോർവിച്ചുമായിട്ടൊക്കെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ പണ്ടറങ്ങി പോയിട്ടാണുള്ളത്. ലീഡ്സിനൊക്കെ നിലനിൽക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രീമിയർ ലീഗിൽ നിലനിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ മിക്കവാറും ബേൺലിയും ലീഡ്സൊക്കെ റെലഗേറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ സീസണിൽ ആരൊക്കെയാണോ വന്നത് അവരൊക്കെ തിരിച്ചു പോയി ചാമ്പ്യൻഷിപ്പിലേക്ക്. അതേപോലെ എല്ലാവരും പോകുമോ എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ സണ്ടർലാൻഡ് അവർ 24 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസിലാണ് ലീഡ്സുമായിട്ടൊക്കെ ഫിനിഷ് ചെയ്തത്. പിന്നെ ആ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് അവർ ഇവിടെ എത്തുന്നത് പ്രീമിയർ ലീഗിൽ. പക്ഷേ എത്തിയതിനു ശേഷം അവർ മോശമില്ലാത്ത രീതിയിലുള്ള സൈനിങ്ങൾ നടത്തും. എൻസോ ലെഫിയൊക്കെ അവിടെ കളിക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ കണ്ടറിയാം. പക്ഷേ മിക്കവാറും ഇതിൽ രണ്ടുപേരെങ്കിലും റെലിഗേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കാണും. പിന്നെ ഗോൾഡൻ ബൂട്ട് അവാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ബൂട്ടിൽ ഇപ്പോൾ മുഹമ്മദ് സലയുടെ പേര് എന്തായാലും ഉണ്ടാവും. വിക്ടർ ഗ്യോക്കെരസ് ഗോൾഡൻ ബൂട്ട് അടിക്കണം എന്നതായിരിക്കും ആർസണൽ ഫാൻസിൻ്റെ ആഗ്രഹം. ചെൽസി ഫാൻസ് ജോ പെഡ്രോ ആ രീതിയിൽ, അല്ലെങ്കിൽ കോൾ പാമർ ആ രീതിയിൽ പിന്നെ ഗോൾഡൻ ബൂട്ട് അടിക്കണം എന്നുള്ളതായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക. ഇസാക്ക് ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസാക്കിൻ്റെ പേര് നമുക്ക് കേൾക്കേണ്ടി വരും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധനയോളം കുഞ്ഞോ എംബൂമയോ അല്ലെങ്കിൽ സെസ്കോ അടിക്കണം എന്നുള്ളതായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏർലിംഗ് ഹാലണ്ട് തന്നെ അടിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് ഹാലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ കണ്ണിൽ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ നമ്പർ 9 അത് ഹാലണ്ട് തന്നെയാണെന്നുള്ളതാണ്. ഒരു ഫ്രീക്ക് ഓഫ് നേച്ചറാണ്, ഒരു ബീസ്റ്റാണ്. അപ്പോൾ ആൾ തന്നെയായിരിക്കും ഇത്തവണ ഗോൾഡൻ ബൂട്ട് അടിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് സല എന്തായാലും ഉണ്ടായിരിക്കും അതിലൊരു സേവുമായിട്ട്. പക്ഷേ ഹാലണ്ട് അടിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ റെലഗേഷൻ ബാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. മറ്റ് ചില ക്ലബ്ബുകളെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അതിൽ തന്നെ ഈ സീസണിൽ സർപ്രൈസ്ഡ് ആകാനുള്ള ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സർപ്രൈസ് തരാനുള്ള ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുള്ളത് എവർട്ടനാണ്. ഡേവിഡ് മോയ്സിൻ്റെ കീഴിൽ നിന്നാണ്. പുതിയ ഓണർഷിപ്പാണ്. അവർ റെലഗേഷനൊക്കെ അവോയ്ഡ് ചെയ്തു. ഡേവിഡ് മോയ്സ് ഒരു സ്റ്റെബിലിറ്റി കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോശമില്ലാത്ത രീതിയിലുള്ള സൈനിങ്ങൾ നടത്തുന്നുണ്ട്. ഗ്രീലിഷിനെ ലോണിൽ കൊണ്ടിരുന്നു. ബാർണി എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ VRL നിന്ന് കൊണ്ടിരുന്ന സ്ട്രൈക്കർ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കറാണ്. അതുപോലെ ചെൽസിയിൽ നിന്നും ഡ്രൂസ്ബറി ഹോളിന് കൊണ്ടിരുന്നു. അപ്പോൾ അവരൊരു സർപ്രൈസ് പുഷ് ആ യൂറോപ്യൻ പ്ലേസിലേക്ക് നടത്തി കഴിഞ്ഞാൽ സർപ്രൈസ്ഡ് ആകണ്ട എന്നുള്ളതാണ് എവർട്ടൺ. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ആരായിരിക്കും സാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് ഫസ്റ്റ്, ഈ പിന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുടെ മാനേജർമാരൊക്കെ അണ്ടർ പ്രഷറിലായിരിക്കും. റുബനോരും അമോരും അണ്ടർ പ്രഷറിലായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക ഗ്രാം പോട്ടറായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റായിട്ടില്ലെങ്കിൽ ആദ്യം പണി പോകാൻ സാധ്യതയുള്ളത് ഗ്രാം പോട്ടറിൻ്റെ പണിയായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കേണ്ടി വരും. ഇപ്പോൾ പക്കറ്റൊക്കെ ആ ഒരു ബാനു ഒക്കെ മാറി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അവിടുന്ന് കുഡൂസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഗ്രാം പോട്ടർ കാര്യങ്ങൾ അങ്ങോട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പം ആദ്യം പണി തിരക്കുക ഗ്രാം പോട്ടറിൻ്റേതാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് എൻ്റെ പ്രിവ്യൂവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെയും കുറേ കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കും. റിലേഗേഷൻ ബാറ്റിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. പിന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്ലബ്ബുകളെ കുറിച്ച് വിട്ടുപോയോ എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രീമിയർ ലീഗാണ്. കിടിലൻ ടീമുകളുണ്ട്, കിടിലൻ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളുണ്ടായിരിക്കും. മിഡ് ടേബിൾ ടീമുകൾ തന്നെ ടോപ്പ് ടീമുകൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് നമ്മൾ മുമ്പും കണ്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും കിടിലൻ കോച്ചുമാരുണ്ട്. ബോൺമൗത്തിൻ്റെയൊക്കെ കോച്ച് എരയോളയാണ്. ആ രീതിയിലാണ് കോച്ചുമാരുള്ളത്. ന്യൂനോ എസ്പിരിറ്റോ സാന്റോ ആണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കോച്ചായിട്ടുള്ളത്. ക്രിസ്റ്റൽ പാലസ് സംബന്ധിച്ചുള്ളപ്പോൾ എസയും ഗഹിയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കാര്യമായിട്ട് ക്ഷീണം പറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരും കോമ്പറ്റീറ്റീവാണ്. അവരൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും അഡീഷൻസ് നടത്തുമായിരിക്കും. ഒലിവർ ഗ്ലാസ്നർ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിറ്റിയുള്ള മാനേജറാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിക്കൊടുത്തു, FA കപ്പ് നേടിക്കൊടുത്തു. അവരെ സംബന്ധിച്ചോളം 12ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിൽ നിന്നൊരു മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഹയർ അപ്പ് ദ ലീഗ് ഫിനിഷ് ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കുക. പക്ഷേ അതിന് അഡീഷൻസ് കൂടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസ് അവർ കോൺഫറൻസ് ലീഗിൽ കളിക്കണം, ആദ്യമായിട്ട് യൂറോപ്പിൽ കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഒലിവർ ഗ്ലാസ്നർ യൂറോപ്പ ലീഗ് കിരീടമൊക്കെ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് നേടിക്കൊടുത്തുള്ള ഒരാളാണ്. അപ്പോൾ കോൺഫറൻസ് ലീഗ് കിരീടം നേടുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും, അംബീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കിടിലം മാനേജർമാർ. അതിലിപ്പോൾ പെപ്പൊക്കെ വൂണ്ടഡാണ്. പെപ്പ് അസാധ്യ ജീനിയസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൂണ്ടഡ് ആയിട്ടുള്ള പെപ്പ് ഏത് രീതിയിലുള്ള പുതിയ തന്ത്രങ്ങളായിട്ടാണ് വരുന്നത്, അതൊക്കെ കാണാൻ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. റുബൻ അമോരിം എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ രക്ഷിക്കാൻ പോകുന്നത്. 20 കൊല്ലം അവിടെ നിൽക്കണമെന്നാണ് ചെങ്ങായി പറയുന്നത്. ആൾക്ക്
ഈ വർഷം സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം. എൻസോ മരസ്ക ഞെട്ടിക്കുമോ വീണ്ടും? ആർണി സ്ലോട്ട് ആ കാംനെസ് വീണ്ടും കാണിക്കുമോ? അതേപോലെ ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇപ്പോൾ ഡെലിവറി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അതായത് ബ്രൈറ്റൺ എന്തായാലും ഫാബിൻ ഹേഴ്സ്ലറിൻ്റെ കീഴിൽ ആ യൂറോപ്യൻ പ്ലേസിനായിട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ട്രോഫി കൂടി അടിക്കണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക. നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അവരെന്തായാലും പിന്നെ ഒരാൾ പോയാൽ മറ്റൊരാളെ എവിടെ നിന്നെങ്കിലൊക്കെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള സൈഡാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതെൻ്റെ അഭിപ്രായങ്ങളാണ്. ഫുട്ബോളാണ്, അൺപ്രഡിക്റ്റബിളാണ്, എന്ത് തേങ്ങകളിലും സംഭവിക്കാം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളോട് അത് നോൺസെൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.